നാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമ്മിലെ UGയുടെ തേർഡ് സെമ്മിലെ ഹ്യൂമാനിറ്റീസ് ആൻഡ് ലോജിക്കിൻ്റെ ബ്ലോക്ക് 2 സെക്കൻഡ് യൂണിറ്റാണ് എടുക്കുന്നത്. സർവവ്യാപി explain the universal affirmative and the particular affirmative prepositions with the example. What is the difference between them in terms of quantity? How are they related to the affirmative quality? Provide an example of each types of preposition. അപ്പോൾ സർവവ്യാപി വിധായക വാക്യവും അഫർമേറ്റീവ്, യൂണിവേഴ്സൽ അഫർമേറ്റീവ്. ദെൻ അംശവ്യാപി വിധായക വാക്യവും പർട്ടിക്കുലർ അഫർമേറ്റീവ്. എന്താണെന്ന് ഉദാഹരണ സഹിതം വിശദീകരിക്കുക എന്നാണ് പറയുന്നത്. വ്യാപ്തി പര്യതാച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റിയിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഈ വാക്യങ്ങൾ എത്തരത്തിലാണ് വിധായക ഗുണവുമായി അഫർമേറ്റീവ് ക്വാളിറ്റി ബന്ധപ്പെട്ടിരിക്കുന്നു, ഈ വാക്യങ്ങൾക്ക് ഉദാഹരണം നൽകുക എന്നാണ് പറയുന്നത്. ഉത്തരം പറയുകയാണെങ്കിൽ സർവവ്യാപി വിധായക വാക്യത്തിൽ എന്താണെന്ന് വെച്ചാൽ അഫർമേറ്റീവ്, യൂണിവേഴ്സൽ അഫർമേറ്റീവ്, മുഴുവൻ ആക്യം സബ്ജക്റ്റ്, ക്ലാസും ആഖ്യാത പ്രെഡിക്കേറ്റും ക്ലാസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് എല്ലാ നായ്ക്കളും സസ്തിനികളാണ് എന്ന വാക്യം പരിശോധിക്കുക. ഇവിടെ സസ്തിനികൾ എന്ന ആഖ്യാതം പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ മുഴുവൻ നായകളും സബ്ജക്റ്റ് ക്ലാസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നു. സസ്തിനികൾ എന്ന് പറയുമ്പം പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെയാണ് സസ്തനികൾ എന്ന് പറയുന്നത്. വവ്വാൽ ഉൾപ്പെടെ സസ്തനികളാണ്. അംശവ്യാപി വിധായക വാക്യത്തിൽ കുറച്ച് ആക്കിയ സബ്ജക്റ്റുകളും ക്ലാസ് മാത്രമാണ് ആഖ്യാത പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ചില മൃഗങ്ങൾ കശേരുക്കൾ ഉള്ളവയാണ് എന്ന അംശവ്യാപി വിധായക വാക്യമാണ് പരിശോധിക്കുക. ഇവിടെ കശേരുക്കൾ എന്ന ആഖ്യാത പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ ആക്കിയ സബ്ജക്റ്റ് ക്ലാസ്സിലെ കുറച്ച് മൃഗങ്ങൾ മാത്രം ഉൾപ്പെട്ടിരിക്കുന്നു. സർവവ്യാപി വിധായവാക്യത്തിൻ്റെയും അംശവ്യാപി വിധായവാക്യത്തിൻ്റെയും ഗുണപദ എന്നുവെച്ചാൽ ക്വാളിറ്റി വിധായകം അഫർമേറ്റീവാണ്. അതായത് ആഖ്യാത പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ ആഖ്യ സബ്ജക്റ്റ് ക്ലാസ് ഉൾപ്പെട്ടിരിക്കുന്നു. പക്ഷേ വ്യാപ്തിപരതയിൽ ക്വാണ്ടിറ്റി ഈ രണ്ട് വാക്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. വാക്യത്തിൻ്റെ വ്യാപ്തി ക്വാണ്ടിറ്റി സർവവ്യാപി, യൂണിവേഴ്സലും വാക്യത്തിൻ്റെ വ്യാപ്തി ക്വാണ്ടിറ്റി, അംശവ്യാപി പർട്ടിക്കുലറും ആണ്. വാക്യത്തിൽ ആക്കിയ സബ്ജക്റ്റ് ടേം പൂർണ്ണവ്യാപ്തവും ഡിസ്ട്രിബ്യൂട്ടഡ് വാക്യത്തിൽ ആക്കിയും സബ്ജക്റ്റ് ടേം അഖ്യാതവും പ്രെഡിക്കേറ്റ് ടേം ആപ്തവാക്യവും അൺഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ഇത് വായിക്കാൻ പറ്റിയില്ല, ഇത് കേട്ടിട്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതങ്ങ് കളയുക. ഇത് നമുക്കിപ്പം 10 ക്വസ്റ്റ്യൻ തന്നാൽ തന്നെ നമുക്കെല്ലാം ആൻസർ ചെയ്യണ്ട, നമുക്ക് ഓപ്ഷനുണ്ട്. അപ്പം നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുന്ന ലളിതമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. വായിച്ചിട്ട് തന്നെ എനിക്ക് തന്നെ ഇത് പറഞ്ഞു തരാൻ തോന്നുന്നില്ല, അത്രയ്ക്കൊരു എന്തോ പോലെ തോന്നുന്നു. അപ്പോൾ നമ്മളെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട. എന്നാൽ ഒന്ന് നോക്കി വെച്ചിരിക്കുക. ഒരു പക്ഷേ എഴുതാൻ പറ്റുമെങ്കിൽ എഴുതാം എന്നല്ലാതെ ഇതിനായിട്ട് മെനക്കെടാൻ നോക്കണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സർവവ്യാപി നിഷേധവാക്യം, ഈ പ്രിപ്പോസിഷൻ അംശവ്യാപി നിഷേധവാക്യം പ്രൊപ്പോസിഷൻ എന്താണെന്ന് ഉദാഹരണ സഹിതം വിവരിക്കുക എന്നാണ്. വ്യാപ്തിരത ക്വാണ്ടിറ്റിയിൽ ഈ രണ്ട് വാക്യങ്ങളും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഇവയുടെ പൊതുവായ ഗുണപരത ക്വാളിറ്റി ഏതാണ്, ഓരോ വാക്യത്തിനും ഓരോ ഉദാഹരണം വീതം നൽകുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. സർവവ്യാപി നിഷേധവാക്യം ഈ ആഖ്യ സബ്ജക്റ്റ് ക്ലാസ്സിലെ ഒരംശം പോലും അഖ്യാത എന്ന് വെച്ചാൽ പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ ഉൾപ്പെടുന്നില്ല. ഉദാഹരണത്തിന് തിമിംഗലങ്ങളൊന്നും ഉഭയജീവികളല്ല എന്ന വാക്യം പരിശോധിക്കുക. ഇവിടെ ഉഭയജീവികൾ എന്ന ആഖ്യാത പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ ആഖ്യ സബ്ജക്റ്റ് ക്ലാസ്സിൽ ഒരു തിമിംഗലം പോലും ഉൾപ്പെടുന്നില്ല. അപ്പം എന്താണ് ഉഭയജീവി എന്ന് വെച്ചാൽ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റുന്ന ജീവികളെയാണ് ഉഭയജീവികൾ. അപ്പോൾ തവളയൊക്കെ അതിന് ഫോർ എക്സാമ്പിളാണ്. പക്ഷേ ഒരിക്കലും തിമിംഗലത്തിന് കടലിൽ മാത്രമേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഉദാഹരണം വെച്ച് ഇത് നോക്കുക. ആക്കിയാതും ഒക്കെ ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ അതിലെന്താണ് സബ്ജക്റ്റും കാണും പ്രെഡിക്കേറ്റും കാണും. അപ്പോൾ ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ തിമിംഗലമാണ്, അതിൻ്റെ പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് തിമിംഗലം എന്താണ് ഒരു ഉഭയജീവി അല്ല എന്ന് പറയുന്നതാണ്.
അപ്പോൾ എന്നാൽ അംശവ്യാപി വിനായക വാക്യത്തിൽ പ്രിപ്പോസിഷൻ വാക്യ സബ്ജക്റ്റ് ക്ലാസ്സിൽ കുറച്ച് അംശങ്ങളെയും വ്യാഖ്യാത പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ ഉൾപ്പെടാതെ നിൽക്കണം. ഉദാഹരണത്തിന് ചില പക്ഷികൾ പറക്കുന്ന ജീവികളല്ല. ഒട്ടക, പക്ഷിയെ, പെൻഗ്വിൻ പോലെയുള്ള ജീവികളൊന്നും പറക്കത്തില്ല എന്ന വാക്യം പരിശോധിക്കുക. ഇവിടെ പറക്കുന്ന ജീവികളെന്ന ആഖ്യാത പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ ആഖ്യ സബ്ജക്റ്റും ക്ലാസ്സിലെ കുറച്ച് പക്ഷികൾ ഉൾപ്പെടുന്നില്ല. സർവ്വവ്യാപ്തി നിഷേധവാക്യത്തിൻ്റെ ഈ അംശവ്യാപ്തി നിഷേധക വാക്യത്തിൻ്റെയും ഓ ഗുണപദ ക്വാളിറ്റി നിഷേധക നെഗറ്റീവാണ്. അതായത് ഇവിടെ ആഖ്യാത പ്രെഡിക്കേറ്റ് ക്ലാസ്സിൽ ആഖ്യ സബ്ജക്റ്റ് ക്ലാസ്സിനെ ഉൾപ്പെടുത്തുന്നത് നിഷേധിക്കുന്നു. വ്യാപ്തി വര്യത ക്വാണ്ടിറ്റിയിൽ ഈ വാക്യം സർവ്വവ്യാപി യൂണിവേഴ്സൽ, ഓ വാക്യം അംശവ്യാപി പർട്ടിക്കുലർ ആണ്. സർവ്വവ്യാപി നിഷേധവാക്യത്തിൽ ഈ ആഖ്യ സബ്ജക്റ്റ് ക്ലാസ് ആഖ്യാത പ്രെഡിക്കേറ്റ് ക്ലാസ്സും പൂർണ്ണവ്യാപ്തം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. എന്നാൽ അംശവ്യാപി നിഷേധക വാക്യത്തിൽ ഓ ആഖ്യാത പ്രെഡിക്കേറ്റ് ക്ലാസ് മാത്രം പൂർണ്ണവ്യാപ്തം ഡിസ്ട്രിബ്യൂട്ടഡും ആകുന്നുള്ളൂ. ഇത് വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ പോകുന്നതാണ്. ഇത് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ പോലും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങ് വായിച്ച് മനസ്സിലാക്കി പോവുക. മനസ്സിലാകാത്തതാണെങ്കിൽ അങ്ങ് വിടുക എന്നതുള്ള എൻ്റെ അഭിപ്രായം. എന്നാലും ഒന്ന് നോക്കി വയ്ക്കുക. നിരുപാധിക തർക്കവാക്യങ്ങളിൽ കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻ പദങ്ങളുടെ ടേം, വ്യാപ്തി, ഡിസ്ട്രിബ്യൂഷൻസ് ഇത്തരത്തിലാണെന്ന് വ്യക്തമാക്കുക. എ, ഇ, ഐ, ഒ, യു എന്നീ വാക്യങ്ങളിലെ ആഖ്യയുടെയും സബ്ജക്റ്റ് ആഖ്യാതാവിൻ്റെയും പ്രെഡിക്കേറ്റ് വ്യാപ്തി ഡിസ്ട്രിബ്യൂഷനെ നിർണ്ണയിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയാണെന്നാണ് പ്രസക്തമായ ഉദാഹരണങ്ങൾ സഹിതം വിശദീകരിക്കാൻ പറഞ്ഞത്. അപ്പോൾ വവൽസിനെ വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. സബ്ജക്റ്റ്, പ്രെഡിക്കേറ്റും ഡിസ്ട്രിബ്യൂട്ടും ഒക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം നിരുപാധിക തർക്കവാക്യങ്ങളിൽ കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻ ഒരു പദം, ഒരു ടേം എന്ന് പറയുന്നത് പൂർണ്ണവ്യാപ്തമാകുന്നു. ഡിസ്ട്രിബ്യൂട്ടഡ്, അപ്പോൾ ആ പദം നമ്മൾ വിതരണം ചെയ്യുന്ന, ആ പദം പ്രതിനിധാനം ചെയ്യുന്ന ക്ലാസ്സിലെ മുഴുവൻ അംഗങ്ങളെയും സൂചിപ്പിക്കുമ്പോഴാണ്. എന്നാൽ ഒരു പദം ആഖ്യാത അൺഡിസ്ട്രിബ്യൂട്ടഡ്, വിതരണം ചെയ്യുന്നില്ല, അങ്ങനെയുള്ള പദമാകുന്നത് ആ പദം പ്രതിനിധാനം ചെയ്യുന്ന ക്ലാസ്സിലെ കുറച്ച് അംഗങ്ങളെ മാത്രം സൂചിപ്പിക്കുമ്പോഴാണ്. അപ്പോൾ പദങ്ങളുടെ വ്യാപ്തി ഡിസ്ട്രിബ്യൂഷൻ നിർണ്ണയിച്ചിരിക്കുന്ന താഴെ പറയുന്ന രീതിയിലാണ്. എ എന്ന് പറഞ്ഞാൽ വാക്യത്തിൽ ആഖ്യാതം സബ്ജക്റ്റ് ടേം മാത്രം പൂർണ്ണവ്യാപ്തമാണ്, ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പം അതുപോലെ തന്നെ ഈ വാക്യത്തിൽ ആഖ്യവും ആഖ്യാതവും പൂർണ്ണവ്യാപ്തമാണ്. അടുത്തതിൽ ഐ എന്ന് പറയുന്ന, അപ്പോൾ എ, ഇ, ഐ, ഒ, യു വവ്വൽസ് വെച്ചാണ് നമ്മൾ നോക്കുക. വവ്വൽസ് പൂർണ്ണമായ ആയില്ല, എ, ഇ, ഐ, ഒയേ ഉള്ളൂ, യു ഇല്ല. അപ്പോൾ എ, ഇ, ഐ, ഒ, അതിൽ ഈ വാക്യത്തിൻ്റെ ആഖ്യാത പദവും പൂർണ്ണവ്യാപ്തമാണ്. ഐ എന്ന് പറഞ്ഞാൽ വാക്യത്തിൽ ആഖ്യാത പദം അവ്യാപ്തമാണ്. ഒ എന്ന് പറഞ്ഞാൽ വാക്യത്തിൽ ആഖ്യപദം മാത്രം പൂർണ്ണവ്യാപ്തമാണ്. ഉദാഹരണത്തിന് എല്ലാ പൂച്ചകളും മർജാര വർഗത്തിൽപ്പെട്ടവയാണ് എന്ന സർവ്വവ്യാപ്തി വിനായക വാക്യം പരിശോധിക്കുക. ഇവിടെ ആഖ്യപദം സബ്ജക്റ്റ് ടേമായ പൂച്ചയുടെ മുഴുവൻ ക്ലാസ്സിനെയും സൂചിപ്പിക്കുന്നു. അതിനാൽ ആഖ്യപദം പൂർണ്ണവ്യാപ്ത ഡിസ്ട്രിബ്യൂട്ടഡ് പദമാണ്. എന്നാൽ ചില പക്ഷികൾക്ക് പറക്കാൻ കഴിയും എന്ന അംശവ്യാപി വിനായക വാക്യമാണ് ഐ പ്രിപ്പോസിഷൻ. ആഖ്യാത പദങ്ങൾ പക്ഷികളോ പറക്കാൻ കഴിയും എന്ന ആഖ്യാത പദമോ പൂർണ്ണവ്യാപ്തം ഡിസ്ട്രിബ്യൂട്ടഡ് പദങ്ങളല്ല, മറിച്ച് അവ്യാപ്ത പദങ്ങൾ അൺഡിസ്ട്രിബ്യൂട്ടഡ് ടേമാണ്. നാലാമത്തെ വെച്ചാൽ ഡിസ്കസ് ദ ഓപ്പോസിഷൻസ് റിലേഷൻ ബിറ്റ്വീൻ കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻ, നൈമിലി കോൺട്രഡിക്ഷൻസ്, contrariety and sub-contrariety. Explain each relation with the suitable example and the truth values involved. നിരുപാധിക തർക്കവാക്യങ്ങളിൽ കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻ പൂർവാപര വിരുദ്ധങ്ങൾ, കേവല വിരുദ്ധങ്ങൾ, കേരള വിരുദ്ധങ്ങൾ എന്നീ വാക്യ വിരുദ്ധങ്ങളെക്കുറിച്ച് വിവരിക്കുക. അപ്പോൾ വാക്യവൈരുദ്ധ്യ ബന്ധങ്ങൾക്ക് ഉചിതമായ ഉദാഹരണങ്ങൾ നൽകി വസ്തുത മൂല്യം സഹിതം വിശദീകരിക്കുക. നിരുപാധിക തർക്കവാക്യങ്ങൾ കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻ തമ്മിലെ വാക്യ വൈരുദ്ധ്യ ബന്ധങ്ങൾ താഴെ പറയുന്നവയാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് പൂർവാചര വിരുദ്ധങ്ങൾ, അതായത് കോൺട്രഡിക്ഷൻ. ഒരേ ആഖ്യപദവും സബ്ജക്റ്റ് ടേം ആഖ്യാതവും പ്രെഡിക്കേറ്റ് ടേം വ്യത്യസ്ത വ്യാപ്തി പരതയും ആണ്. ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ ഗുണങ്ങൾ, ക്വാളിറ്റി ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ അളവ്, വ്യാപ്തി അതിൻ്റെ അളവുകൾ, ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണങ്ങൾ. രണ്ട് വാക്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യ ബന്ധമാണ് ഇവിടെ പൂർവ വിരുദ്ധ ബന്ധം എന്ന് പറയുന്നത്. രണ്ട് വാക്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യ ബന്ധം, രണ്ട് വാക്യങ്ങൾ. അപ്പം എയും ഒയും തമ്മിലുള്ള ബന്ധവും ഇയും ഐയും തമ്മിലുള്ള ബന്ധവും പൂർവാര വിരുദ്ധ ബന്ധത്തിന് ഉദാഹരണമാണ്. ഇവിടെ
രണ്ട് വാക്യങ്ങൾ ഒരേ സമയം ശരിയാകാനോ ഒരേ സമയം തെറ്റാകാനോ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം പറയുന്നത്, എല്ലാ മനുഷ്യരും മരണമുള്ളവരാണ്, എല്ലാ ഹ്യൂമണും മോർട്ടലാണ്, എന്നാൽ കുറച്ച് മനുഷ്യർക്ക് മരണമില്ല എന്നീ വാക്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യ ബന്ധം പൂർവ്വവത വിരുദ്ധമാണ്. ഇനി കേവല വിരുദ്ധങ്ങൾ രണ്ട് സർവ്വവ്യാപികളായ വാക്യങ്ങളായ എയും ഇയും തമ്മിലുള്ള വൈരുദ്ധ്യമാണ്. കേവല വൈരുദ്ധ്യം ഇവിടെ ഒരേ ആക്യവും അപ്പം രണ്ട് വാക്യങ്ങളാണ് തമ്മിലുള്ള ബന്ധമാണ്. രണ്ട് വാക്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് ഇവിടെ പറയുന്നത്. രണ്ട് വാക്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യ ബന്ധമാണ് പൂർവാരത വിരുദ്ധം എന്ന് പറയുന്നത്. എന്നാൽ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ബന്ധത്തെയാണ് ഇവിടെ പൂർവാപര വിരുദ്ധവും. എന്നാൽ തമ്മിലുള്ള വൈരുദ്ധ്യമാണ് കേവല വൈരുദ്ധ്യവും. ഇവിടെ ഒരേ ആഖ്യാപദവും ആഖ്യാതപദവും വ്യത്യസ്ത ഗുണപരമാണ്. ഈ രണ്ട് വാക്യങ്ങൾ ഒരേ സമയം ശരിയാകാൻ കഴിയില്ല, എന്നാൽ ഇവയ്ക്ക് ഒരേ സമയം തെറ്റാകാനും കഴിയില്ല എന്നുള്ളതാണ് കേവല വിരുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഉപകേവല വിരുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് അംശവ്യാപ്തി വാക്യങ്ങളായ ഐയും ഓയും തമ്മിലുള്ള കേവല വിരുദ്ധ ബന്ധം വൈരുദ്ധ്യമാണ്. ഇവിടെ ഒരേ ആഖ്യപദവും ആഖ്യാതപദവും വ്യത്യസ്ത ഗുണപരതയും ആണ്. ഇവയ്ക്ക് ഒരേ സമയം തെറ്റാകാൻ കഴിയില്ല, എന്നാൽ ഇവയ്ക്ക് ഒരേ സമയം ശരിയാകാനും കഴിയില്ല. അപ്പോൾ ഇത് കോൺട്രി ഓപ്പോസിഷൻ, സബ് കോൺട്രി ഓപ്പോസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇംഗ്ലീഷ് വാക്കൂടെ പഠിച്ചു വയ്ക്കുക. ക്വസ്റ്റ്യനിൽ എന്തായാലും ഇംഗ്ലീഷാണ് ചോദിക്കുന്നത്, മലയാളത്തിൽ എഴുതാമെങ്കിൽ. അപ്പം അടുത്ത ക്വസ്റ്റ്യനിൽ പറയുന്നത് സർവ്വവ്യാപി യൂണിവേഴ്സൽ അംശവ്യാപ്തി പർട്ടിക്കുലർ തർക്കവാക്യങ്ങൾ പ്രിപ്പോസിഷൻ തമ്മിൽ ഉപശ്രീയ വിരുദ്ധ സബ് അൾട്ടർനേഷൻസ് ബന്ധങ്ങളെക്കുറിച്ച് വിവരിക്കുക. ഒരു സർവ്വവ്യാപി വാക്യത്തിൻ്റെ ശരിയും തെറ്റും അതിന് അനുബന്ധ അംശവ്യാപ്തി വാക്യത്തിൻ്റെ ശരിയെയും തെറ്റിനെയും എത്തരത്തിലാണോ ബാധിക്കുന്നത് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ആക്യവും ഓരോ സബ്ജക്റ്റും ആഖ്യാതവും അതുപോലെ ഓരോ പ്രെഡിക്കേറ്റും വ്യത്യസ്ത വ്യാപ്തി, വ്യത്യസ്ത ക്വാണ്ടിറ്റി ആയാലും ഒരു വ്യത്യസ്ത യൂണിവേഴ്സൽ സർവ്വവ്യാപിയും വാക്യവും അംശവ്യാപ്യവും പർട്ടിക്കുലർ വാക്യവും തമ്മിലുള്ള ബന്ധമാണ് ഉപശ്രീയ വിരുദ്ധ ബന്ധം. സബ് അൾട്ടർനേഷൻസ് എ ആൻഡ് ഐ, ഇ ആൻഡ് ഒ. ഇവിടെ സർവ്വവ്യാപി വാക്യം ശരിയാണെങ്കിൽ അതിന് അനുബന്ധമായ അംശവ്യാപ്തി വാക്യവും ശരിയായിരിക്കും. എന്നാൽ സർവ്വവ്യാപി വാക്യം തെറ്റാണെങ്കിലോ അതിനനുബന്ധമായ അംശവ്യാപി വാക്യം സംശയാസ്പദമായിരിക്കും. അതൊരു ഉറപ്പില്ല, സംശയത്തിൻ്റെ കണ്ണിലെ കാണാൻ പറ്റുള്ളൂ. എന്നാൽ അംശവ്യാപി വാക്യം ശരിയാണെങ്കിൽ സർവ്വവ്യാപി വാക്യത്തിൻ്റെ ശരിയും തെറ്റും സംശയാസ്പദമായിരിക്കും. അംശവ്യാപി വാക്യം തെറ്റാണെങ്കിൽ അതിൻ്റെ സർവ്വവ്യാപി വാക്യവും തെറ്റായിരിക്കും. ഉദാഹരണത്തിന് എല്ലാ കടുവകളും മാംസബുക്കുകളാണ് എന്ന സർവ്വവ്യാപി വാക്യം ശരിയാണെങ്കിൽ ചില കടുവകൾ മാംസബുക്കുകളാണ് എന്ന അംശവ്യാപി വാക്യവും ശരിയായിരിക്കും. അപ്പം സിംബോളിക് ലോജിക്കൽ, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സിംബോളിക്കൽ ലോജിക്ക് എന്ന് പറയുന്നത് വേരിയബിളും കോൺസ്റ്റൻസ് എന്താണെന്ന് നിർവചിക്കുക. സിംബോളിക് ലോജിക്കൽ ഇവ ഉപയോഗിക്കുന്നതിൻ്റെ പ്രാഥമിക ഉദ്ദേശം എന്തൊക്കെയാണ് ഓരോ ഉദാഹരണ സഹിതം സമർത്ഥിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ ഏതെങ്കിലും ഒരു പ്രസ്താവനയോ വാക്യത്തെയോ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രതീകങ്ങളാണ് വേരിയബിളുകൾ. അപ്പോൾ വേരിയബിളുകൾ എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ഏതെങ്കിലും ഒരു പ്രസ്താവനയോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തരുന്നു, ഒരു സെൻറ്റൻസ് ഒരു വാക്യത്തിനെയും ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയോ ഒരു സെൻറ്റൻസിനെയോ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്ന പ്രതീകങ്ങളെയാണ് വേരിയബിളുകൾ എന്ന് പറയുന്നത്. ചില ലോജിക്കൽ പ്രവർത്തനങ്ങളെ പ്രതിനിധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന സ്ഥായിയായ ലോജിക്കൽ ചിഹ്നങ്ങളാണ് കോൺസ്റ്റൻസ്. അപ്പം സ്ഥായിയായിട്ടുള്ള ലോജിക്കൽ ചിഹ്നങ്ങളെ കോൺസ്റ്റൻസ് എന്ന് പറയും. പ്രസ്താവനകളുടെ പ്രതീകമായി ചിത്രീകരണത്തിന് വേരിയബിളുകളെയും ഈ പ്രസ്താവനകൾ തമ്മിൽ ലോജിക്കൽ പ്രവർത്തനങ്ങളെ പ്രതിനിധീകരിക്കുന്നതിന് കോൺസ്റ്റൻറ്റുകളെയും ഉപയോഗപ്പെടുത്തുന്നു. സാധാരണയായി പി, ക്യു, ആർ എന്നീ വേരിയബിളുകളാണ് പ്രസ്താവനകളുടെ പ്രതീകങ്ങളായി ഉപയോഗിക്കപ്പെടുന്നത്. സംയോജനം, കൺജക്ഷൻ എന്നുള്ള ഇതിൽ. അപ്പം വിയോജകം, ഡിസ്ജങ്ഷൻ, പിന്നെന്താണ് ഹെദ്യസ്ത്രതം എന്ന് പറയുമ്പോൾ ഇംപ്ലിക്കേഷൻ, ബൈ കണ്ടീഷണൽ, മെറ്റീരിയൽ എക്വാലൻസ് എന്ന് പറഞ്ഞാൽ നിഷേധം, നെഗറ്റീവ് എന്നിവയാണ് പൊതുവായ ഉപയോഗിക്കുന്ന കോൺസെപ്റ്റുകൾ. അപ്പോൾ ഇതിൻ്റെ ചിഹ്നങ്ങളാണ് ഈ തന്നിരിക്കുന്നത്. ഈ അപ്പോസ്ട്രോഫി പോലെ താഴോട്ട് കുത്തു കൊടുക്കുന്ന വിയോജകം, ഡിസ്ജങ്ഷൻ, അതുപോലെ തന്നെ വി തന്നിട്ട് രണ്ട് കോട്ട് കൊടുക്കുമ്പോൾ അത് ഹെത്യാസ്ത്രിതം. പിന്നെ ഇംപ്ലിക്കേഷൻസ് രണ്ട് ഒരു കോമ വന്നിട്ട് അപ്പോസ്ട്രോഫി ഇടുന്നത്. ബൈ കണ്ടീഷണൽ, മെറ്റീരിയൽ എക്വാലൻസ് ഈക്വൽ ടു രണ്ട്
കൊട്ടേഷൻ. നിഷേധം നെഗറ്റീവ് ആകുമ്പോഴത്തേക്ക് എന്താണ് ഈ ചിഹ്നം തന്നിട്ട് ഡബിൾ കൊട്ടേഷനാണ് എന്നിവയാണ് പൊതുവായി ഉപയോഗിക്കുന്ന കോൺസെപ്റ്റുകൾ. ഇനി എക്സ്പ്ലെയിൻ ദ ലോജിക്കൽ കണക്റ്റീവ് കൺജക്ഷൻ വിത്ത് ദാൻ എക്സാമ്പിൾ. ഹൗ ഈസ് ഇറ്റ് റെപ്രസെൻറ്റഡ് സിംബോളിക്കലി? വാട്ട് ആർ ദ ട്രൂത്ത് കണ്ടീഷൻസ് ഫോർ എ കൺജക്ഷൻ ടു ബി ട്രൂ ഓർ ഫാൾസ്? അപ്പോൾ സംയോജനം കൺജക്ഷൻ എന്ന ലോജിക്കൽ കണക്ടിവിറ്റീനെ ഉദാഹരണ സഹിതം വിവരിക്കാനാണ് ഇവയെ പ്രതീകമായി എങ്ങനെയാണ് ചിത്രീകരിക്കുന്നതെന്നും സംയോജനം കൺജക്ഷൻ ശരിയും തെറ്റും ആകുന്നതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ആൻഡ് എന്ന ലോജിക്കൽ കണക്റ്റീവ് ഉപയോഗിച്ച് രണ്ട് ലളിതമായ പ്രസ്താവനകളെ യോജിപ്പിച്ച് സംയുക്ത പ്രസ്താവനകളാക്കി മാറ്റുന്ന ലോജിക്കൽ പ്രക്രിയയാണ് സംയോജനം. കൺജക്ഷൻ ഡോട്ട് ഡബിൾ ഡോട്ട് എന്ന ചിഹ്നം ഉപയോഗിച്ചാണ് സംയോജനത്തെ ചിത്രീകരിക്കുന്നത്. ഒരു സംയോജന പ്രസ്താവന കൺജക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാകണമെങ്കിൽ അതിൽ സംയോജിച്ചിരിക്കുന്ന രണ്ട് ലളിതമായ ഘടക പ്രസ്താവനകൾ ശരിയായിരിക്കണം. അപ്പം സംയോജിക്കുന്ന രണ്ട് ലളിത ഘടക പ്രസ്താവനകൾ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടും തെറ്റാണെങ്കിൽ സംയോജന പ്രസ്താവനയും തെറ്റായിരിക്കും. ഉദാഹരണത്തിന് ആലീസ് ഉള്ളവളും മിടുക്കിയുമാണ് എന്ന സംയോജന പ്രസ്താവനയെ PQ എന്ന് പ്രതീകമായി ചിത്രീകരിക്കാം. ഈ സംയോജന പ്രസ്താവന ശരിയാണെങ്കിൽ ഇവിടെ സംയോജിച്ചിരിക്കുന്ന ആലീസ് ഉയരമുള്ളവളാണെന്ന P പ്രസ്താവനയും ആലീസ് മിടുക്കിയാണ് എന്ന Q പ്രസ്താവനയും ശരിയായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ കൺസെപ്റ്റ് ഓഫ് ദി നെഗറ്റീവ് ഇൻ സിംബോളിക് ലോജിക്. ഹൗ ഈസ് ഇറ്റ് ദ സിംബോളിക്കലി റെപ്രസെൻറ്റഡ്? പ്രൊവൈഡ് ആൻ എക്സാമ്പിൾ ഓഫ് എ നെഗ്ലക്റ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് സിംബോളിക്കൽ റെപ്രസെൻറ്റേഷൻ. എന്ന് വെച്ചാൽ സിംബോളിക് ലോജിക്കൽ നിഷേധകം നെഗറ്റീവായിട്ടുള്ള എന്ന ആശയത്തെക്കുറിച്ച് വിവരിക്കുക എന്നാണ്. ഇവയെ പ്രതീകാത്മകമായി എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്? നിഷേധാത്മകത്തിന് ഒരു ഉദാഹരണം നൽകി അതിൻ്റെ പ്രതീകാത്മക ചിത്രീകരണം നടത്തുക. ഒരു പ്രസ്താവനയുടെ വസ്തുത മൂല്യത്തെ വിപരീതമാക്കുന്നതിനായി ഉപയോഗിക്കുന്ന ലോജിക്കൽ പ്രക്രിയയാണ് നിഷേധകം. ഡ്രിൽസ് എന്ന ചിഹ്നം പ്രസ്താവനയുടെ മുന്നിൽ ഉപയോഗിച്ചാണ് നിഷേധകത്തെ നെഗേഷൻ പ്രതിനിധീകരിക്കുന്നത്. തന്നിരിക്കുന്ന P എന്ന പ്രസ്താവന ശരിയാണെങ്കിൽ P പ്രസ്താവനയുടെ നിഷേധം P തെറ്റായിരിക്കും. എന്നാൽ തന്നിരിക്കുന്ന P പ്രസ്താവന തെറ്റാണെങ്കിൽ അതിൻ്റെ നിഷേധകം P ശരിയായിരിക്കും. ഉദാഹരണത്തിന് ഇന്ന് മഴയാണ് എന്ന P പ്രസ്താവന നിഷേധമായി ഇന്ന് മഴയല്ല എന്ന P പ്രസ്താവനയുമായി ഇന്ന് മഴയല്ല എന്ന P പ്രസ്താവനയായി മാറ്റാവുന്നതാണ്. അപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് മഴയല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഡ്രിൽഡ് ചിഹ്നമുണ്ടല്ലോ, ഡ്രിൽഡ് ചിഹ്ന P പ്രസ്താവനയുമായി മാറ്റാവുന്നതാണ്. ദ ക്വസ്റ്റ്യൻ എന്താണ്? എലുസിഡേറ്റ് ദ കൺസെപ്റ്റ് ഓഫ് disjunctions in symbolic logic, including it is exclusive and the inclusive senses. How is it symbolically represented? Give an example of each sense of the disjunction. എന്താ പറയുന്നത്? സിംബോളിക് ലോജിക്കിലെ വിയോജകം ഡിസ്ജങ്ഷൻ എന്ന ആശയത്തെക്കുറിച്ചും അവയുടെ ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഇൻക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഉപയോഗ രീതികളെക്കുറിച്ച് വ്യക്തമാക്കുക. വിയോജകത്തെ എങ്ങനെയാണ് പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നത് ഉദാഹരണ സഹിതം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ട് ലളിതമായ ഘടക പ്രസ്താവനകളെ അല്ലെങ്കിൽ എന്ന ലോജിക്കൽ കണക്റ്റീവ് ഉപയോഗിച്ച് സംയുക്ത പ്രസ്താവനയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് വിയോജകം. അപ്പം സംയുക്ത പ്രസ്താവനയാക്കിയാണ് വിയോജകം മാറ്റുന്നത്. അപ്പോൾ ഡിസ്ജങ്ഷൻ്റെ വെഡ്ജ് V എന്ന ചിഹ്നം ഉപയോഗിച്ചാണ് വിയോജകത്തെ പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഘടക പ്രസ്താവന മാത്രം ശരിയായിരിക്കുകയും രണ്ട് ഘടക പ്രസ്താവനകൾക്ക് ഒരേ സമയം ശരിയാകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന വിയോജക പ്രസ്താവനകളെയാണ് എക്സ്ക്ലൂസീവ് വിയോജക ഡിസ്ജങ്ഷൻ ഇൻ എക്സ്ക്ലൂസീവ് സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ഘടക പ്രസ്താവന മാത്രം ശരിയായിരിക്കും, രണ്ട് ഘടക പ്രസ്താവനകൾ ഒരേ സമയം ശരിയാകാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ. ഇനി ഇതിനെ വിശേഷിപ്പിക്കാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഒന്നുകിൽ മഴ പെയ്യും അല്ലെങ്കിൽ മഞ്ഞ് വീഴും. ഈ വിയോജക പ്രസ്താവനയിലെ ഏതെങ്കിലും ഒരു ഘടക പ്രസ്താവന വികല്പ പ്രസ്താവന അൾട്ടർനേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ശരിയാകാൻ കഴിയൂ. രണ്ട് സാധ്യതകൾക്കും ഒരുമിച്ച് ശരിയാകാൻ കഴിയില്ല. വിയോജക പ്രസ്താവനയിലെ ഏതെങ്കിലും ഒരു ഘടക പ്രസ്താവന ശരിയായിരിക്കും.
ഒരേ സമയം രണ്ട് ഘടക പ്രസ്താവനകൾക്കും ശരിയാക്കാൻ സാധ്യതയുള്ളതുമായ വിയോജക പ്രസ്താവനകളെ ഇൻക്ലൂസീവ് വിയോജകം, ഡിസ്ജങ്ഷൻ ഇൻ ഇൻക്ലൂസീവ് സെൻസ് എന്ന് വിശേഷിപ്പിക്കാം. ഉദാഹരണം, സാം ഭൗതികശാസ്ത്രമോ രസതന്ത്രമോ പഠിക്കുന്നു. ഇവിടെ ഏതെങ്കിലും ഒരു ഘടക പ്രസ്താവന ശരിയാകുന്നതോടൊപ്പം രണ്ട് പ്രസ്താവനകൾക്കും ശരിയാകാനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ സാമിന് ഭൗതികശാസ്ത്രം പഠിക്കാം, അല്ലെങ്കിൽ രസതന്ത്രം പഠിക്കാം, അതുമല്ലെങ്കിൽ ഇവ രണ്ടും പഠിക്കാം. അപ്പോൾ ഇവിടെ എന്താണ് വിയോജക പ്രസ്താവന PVQ ശരിയാകണമെങ്കിൽ ഒന്നുകിൽ P പ്രസ്താവന ശരിയാകണം, അല്ലെങ്കിൽ Q പ്രസ്താവന ശരിയാകണം, അതുമല്ലെങ്കിൽ ഇവ രണ്ടും ശരിയാകണം. അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഡിഫൈൻ ദ ലോജിക്കൽ കണക്ടിവിറ്റി ഓഫ് implication with an example. How is it symbolically represented? What are the truth conditions for an implication to be true or false? എന്താണ് കാരണാനുസൃതം ഇംപ്ലിക്കേഷൻ എന്ന ലോജിക്കൽ കണക്ടിവിറ്റിയെ കുറിച്ച് ഉദാഹരണ സഹിതം നിർവചിക്കുക. ഇതിനെ എങ്ങനെയാണ് പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നത്? ഈ കാരണ അനുസൃത പ്രസ്താവന ശരിയും തെറ്റും ആകുന്നതിനുള്ള നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. P ആണെങ്കിൽ Q, ഇഫ് P then Q എന്ന രീതിയിൽ ലോജിക്കൽ കണക്റ്റീവ് ഉപയോഗപ്പെടുത്തി സംയുക്ത പ്രസ്താവന ഉണ്ടാക്കുന്ന പ്രക്രിയയാണ് കാരണ അനുസൃതം ഇംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇവിടെ P പ്രസ്താവന പൂർവവർത്തിയും ആൻറ്റിസിഡൻറ്റും Q പ്രസ്താവന ഉത്തരവർത്തിയിലും കോൺസിക്വൻറ്റും ആണ്. ഇതിനെ ഹോഴ്സ് ഷൂ എന്ന ചിഹ്നം ഉപയോഗിച്ച്, ഈ ചിഹ്നം ഹോഴ്സ് മറ്റേ ഗിൽഡ് ആണ്, ഇത് എന്താണ് ഹോഴ്സ് ഷൂ എന്ന ചിഹ്നം ഉപയോഗിച്ച് പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നു. ഹൃദ്രോസ്ത്രതം പ്രസ്താവനയിലെ പൂർവഭാഗം ആൻറ്റിസിഡൻറ്റ് ശരിയാവുകയും ഉത്തരഭാഗം കോൺസിക്വൻറ്റ് തെറ്റാവുകയും ചെയ്യുന്ന അവസരത്തിൽ മാത്രമാണ് ഹൃദ്വാസ്ത്രത പ്രസ്താവന തെറ്റാകുന്നത്. മഴ പെയ്യുകയാണെങ്കിൽ നിലം നനയും. P ഹോഴ്സ് ഷൂ Q ഇവിടെ മഴ പെയ്യുകയാണെങ്കിൽ എന്ന P പ്രസ്താവന ശരിയാവുകയും നിലം നനയുമെന്ന കാരണാനുസൃത പ്രസ്താവന തെറ്റാവുന്നതാണ്. ഞാൻ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസുകൾ വരുന്നത്. അതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ദ 4 സ്റ്റാൻഡേർഡ് ഫോംസ് ഓഫ് ദി കാറ്റഗറിക്കൽ പ്രൊപ്പോസിഷൻ ഇൻ ഡീറ്റെയിൽഡ് ഇൻക്ലൂഡിങ് ദെയർ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, സിംബോളിക്കൽ റെപ്രസെൻറ്റേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ് ഓഫ് ടേംസ്. നമുക്ക് നോക്കാം. വ്യാപ്തിപരത എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി അളവാണ്. ഗുണപരത ക്വാളിറ്റി ഗുണങ്ങളെക്കുറിച്ച് പറയുന്നു. പ്രതീകാത്മക ചിത്രീകരണം സിംബോളിക് റെപ്രസെൻറ്റേഷൻ വാക്കുകളുടെ വ്യാപ്തത, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടേംസ് എന്നിവയുൾപ്പെടുത്തി 4 പ്രധാന തർക്കവാക്യങ്ങളെ കാറ്റഗറിക്കൽ പ്രിപ്പോസിഷനെ കുറിച്ച് വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട 4 തർക്കവാക്യങ്ങൾ താഴെ പറയുന്നു. സർവവ്യാപി വിധായകം യൂണിവേഴ്സൽ അഫർമേറ്റീവ് A. സർവവ്യാപി നിഷേധം യൂണിവേഴ്സൽ നെഗറ്റീവ് E. അംശവ്യാപ്തി വിനായകം പർട്ടിക്കുലർ അഫർമേറ്റീവ് I. അംശവ്യാപ്തി നിഷേധം പർട്ടിക്കുലർ നെഗറ്റീവ് O. അപ്പോൾ AEIO എന്താണെന്ന് നമുക്ക് മനസ്സിലായി. A എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ അഫർമേറ്റീവ്. E എന്ന് പറയുന്നത് യൂണിവേഴ്സൽ നെഗറ്റീവ്. I എന്ന് പറയുന്നത് പർട്ടിക്കുലർ അഫർമേറ്റീവ്. O എന്ന് പറയുന്നത് പർട്ടിക്കുലർ നെഗറ്റീവ്. അപ്പോൾ സർവവ്യാപി വിധായകത്തിൻ്റെ വ്യാപ്തി എന്താണ്? ക്വാണ്ടിറ്റി സർവവ്യാപി യൂണിവേഴ്സലും ഗുണപരത ക്വാണ്ടിറ്റി വിധായക അഫർമേറ്റീവും ആണ്. സർവവ്യാപി വിനായക വാക്യത്തെ എല്ലാ എസ്സും പിയും ആകുന്നു. ആൾ എസ് ഈസ് പി എന്ന് ചിത്രീകരിക്കുന്നു. ഈ വാക്യത്തിൽ ആക്കിയ സബ്ജക്റ്റ് മാത്രം പൂർണ്ണവ്യാപ്തി പദമാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ടേംസ് ആണ് പൂർണ്ണവ്യാപ്ത പദം. ഉദാഹരണം, എല്ലാ നായ്ക്കളും സസ്തനികളാണ്. എന്താണ്? പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ്. അംശവ്യാപി വിനായക വാക്യത്തെ പർട്ടിക്കുലർ അഫർമേറ്റീവ് എസ് പി ആകുന്നു. സം എസ് ഈസ് പി എന്ന് പ്രതീകാത്മകമായി ചിത്രീകരിക്കുന്നു. ഇവിടെ ആക്കിയും ആഖ്യാതവും അവ്യാപ്ത പദങ്ങളാണ്. എന്നുവെച്ചാൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് ടേംസ് ആണ്. ചില പക്ഷികൾക്ക് പറക്കാൻ കഴിയും. ശരിയാണ്, ചില പക്ഷികൾക്ക് പറക്കാൻ കഴിയത്തില്ല. ഒട്ടക പക്ഷിക്കും പെൻഗിനൊന്നും പറക്കാൻ കഴിയും. സർവവ്യാപി നിഷേധക എന്താണ് പ്രപ്പോസിഷൻസ് വാക്യത്തെ പ്രതീകാത്മകമായി ഒരു എസ്സും പി അല്ല, നോ എസ് ഈസ് പി എന്ന് ചിത്രീകരിക്കുന്നു. സർവവ്യാപി നിഷേധക വാക്യത്തിൽ ആക്കിയും സബ്ജക്റ്റ്, ആക്കിയാതം, പ്രെഡിക്കേറ്റ്, പൂർണ്ണവ്യാപ്തത ഡിസ്ട്രിബ്യൂട്ടഡ് പദങ്ങളാണ്. ഉദാഹരണം, തിമിംഗലങ്ങളൊന്നും ഉഭയജീവികളല്ല. അപ്പോൾ അംശവ്യാപി നിഷേധക പ്രപ്പോസിഷൻ വാക്യത്തെ പ്രതീകാത്മകമായി ചില എസ് പി അല്ല, സം എസ് ഈസ് നോട്ട് പി എന്ന് ചിത്രീകരിക്കാം.
അംശവ്യാപി നിഷേധക വാക്യത്തിൽ ആഖ്യാത പദം പ്രെഡിക്കേറ്റ് ടേം മാത്രം പൂർണ്ണവ്യാപ്തം ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. കുറച്ച് മൃഗങ്ങൾക്ക് കശേരുക്കളില്ല, ചില മൃഗങ്ങൾക്ക് കശേരുക്കളില്ല. ഒരു തർക്കവാക്യത്തിൻ്റെ വ്യാപ്തി ക്വാണ്ടിറ്റി നിർണ്ണയിക്കുന്നത് ആ വാക്യം ആരംഭിക്കുന്ന വാക്കിനെയും ആസ്പദമാക്കിയാണ്. എല്ലാ, ഒന്നുമല്ല എന്നീ വാക്കുകളും സർവ്വവ്യാപി, യൂണിവേഴ്സൽ എന്നാണ് സർവ്വവ്യാപി എന്ന് പറയുന്നത് പ്രതിനിധീകരിക്കുമ്പോൾ. ചില കുറച്ച് എന്നീ വാക്കുകൾ സംബന്ധമൊക്കെയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നു. അംശവ്യാപ്തി പർട്ടിക്കുലർ പ്രതിനിധികൾ, ചില വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ പർട്ടിക്കുലറായിട്ട് പ്രത്യേകതയുള്ള, പർട്ടിക്കുലർ എന്ന് പറയുമ്പോൾ എടുത്തു പറയത്തക്ക പ്രത്യേകത ഉള്ള കാര്യങ്ങളെയാണ് നമ്മൾ പർട്ടിക്കുലർ നൗണിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു തർക്കവാക്യത്തിൽ ആഖ്യാതം ബന്ധത്തെ വിധേയമാക്കുകയും അഫം നിഷേധിക്കുകയോ ഡെനി ചെയ്യുന്നതിനെ ആസ്പദമാക്കിയാണ് ഈ വാക്യത്തിൻ്റെ ഗുണപരത, ക്വാളിറ്റി നിർണ്ണയിക്കുന്നത്. Discuss the 3 types of oppositions relations between categorical prepositions, namely contradictions, contrariety and subcontrariety with a suitable example and the truth value. അപ്പം പൂർവാപര വിരുദ്ധങ്ങൾ, പിന്നെ എന്താണ് കേവല വിരുദ്ധങ്ങൾ, ഉപകേവല വിരുദ്ധങ്ങൾ എന്നിങ്ങനെ നിരുപാധികം തർക്കവാക്യങ്ങളുടെ 3 തരത്തിലുള്ള വൈരുദ്ധ്യ ബന്ധങ്ങളെ ഉചിതമായ ഉദാഹരണവും അവയുടെ ട്രൂത്ത് വാല്യൂ സഹിതം ചർച്ച ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചർച്ച ചെയ്യാം. ഒരു ആഖ്യയും ആഖ്യാതവും വ്യത്യസ്ത ഗുണപരതയും ഉള്ള തർക്കവാക്യങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യ ബന്ധത്തെയാണ് പൂർവാരത വിരുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഇവയ്ക്ക് ഒരേ സമയം ശരിയോ തെറ്റോ ആകാൻ കഴിയില്ല. ഉദാഹരണം, എല്ലാ പൂച്ചകളും മർജാര വർഗത്തിൽപ്പെട്ടവയാണ്, കുറച്ച് പൂച്ചകൾ മർജാര വർഗത്തിൽപ്പെട്ടവയല്ല എന്നിവ തമ്മിലെ ബന്ധം പൂർവാപര വിരുദ്ധം ആണ്. ഒരേ ആഖ്യവും ആഖ്യാതവും വ്യത്യസ്ത ഗുണപരത ഉള്ള 2 സർവ്വവ്യാപി നിരുപാധിക തർക്കവാക്യങ്ങൾ തമ്മിലെ വൈരുദ്ധ്യ ബന്ധമാണ് കേവല വിരുദ്ധങ്ങൾ. ഇവയ്ക്ക് ഒരേ സമയം ശരിയാകാൻ കഴിയില്ല, എന്നാൽ ഒരേ സമയം തെറ്റാകാനും കഴിയില്ല. എല്ലാ റോസാപ്പൂക്കളും ചുവന്നിട്ടാണെന്ന എ വാക്യവും ഒരു റോസാപ്പൂവും ചുവന്നിട്ടല്ല എന്ന ഈ വാക്യവും തമ്മിലുള്ള വൈരുദ്ധ്യ ബന്ധം കേവല വിരുദ്ധവും കോൺട്രറി ഒപ്പോസിഷൻ ആണ്. ഒരേ ആഖ്യയും ആഖ്യാതവും വ്യത്യസ്ത ഗുണപരതയുമുള്ള 2 അംശവ്യാപി നിരുപാധിക തർക്കവാക്യങ്ങൾ തമ്മിൽ വൈരുദ്ധ്യ ബന്ധത്തെ ഉപകേവല വിരുദ്ധങ്ങൾ എന്ന് പറയുന്നു. ഇവയ്ക്ക് ഒരേ സമയം തെറ്റാകാൻ കഴിയില്ല, എന്നാൽ ഒരേ സമയം ശരിയാകാനും കഴിയില്ല. ഒരേ സമയം തെറ്റാകാനും കഴിയില്ല, എന്നാൽ ഒരേ സമയം ശരിയാകാനും കഴിയും എന്നുള്ളതാണ്. കുറച്ച് വിദ്യാർത്ഥികൾ കഠിന അധ്വാനികളാണ്, അപ്പോൾ അവർക്ക് നല്ല മാർക്ക് കിട്ടുന്നു. അപ്പോൾ കുറച്ച് വിദ്യാർത്ഥികൾ കഠിന അധ്വാനം ചെയ്യുന്നില്ല, അതുകൊണ്ട് അവർക്ക് മാർക്ക് കുറയുന്നു. അപ്പം ഓ വാക്യവും തമ്മിലുള്ള വൈരുദ്ധ്യ ബന്ധം ഉപകേവല വിരുദ്ധമാണ്, സബ് കോൺട്രി ആണ് അത്. പൂർവാപര വിരുദ്ധങ്ങളായ ഓ വാക്യങ്ങളിൽ ഒരു വാക്യം ശരിയാകുമ്പോൾ അടുത്ത വാക്യം തെറ്റായിരിക്കും, ഒരു വാക്യം തെറ്റായിരിക്കുമ്പോൾ അടുത്ത വാക്യം ശരിയായിരിക്കും. കേവല വിരുദ്ധങ്ങളായ ഈ വാക്യങ്ങളിൽ ഒരു വാക്യം ശരിയായിരിക്കുമ്പോൾ അടുത്ത വാക്യം തെറ്റായിരിക്കും, ഒരു വാക്യം തെറ്റാണെങ്കിൽ അടുത്ത വാക്യത്തിൽ ശരിയും തെറ്റും സംശയാസ്പദമായിരിക്കും. ഉപകേവല വിരുദ്ധങ്ങളായ ഐയും ഓയും വാക്യങ്ങളിൽ ഒരു വാക്യം ശരിയാണെങ്കിൽ അടുത്ത വാക്യത്തിൻ്റെ ശരിയും തെറ്റും സംശയാസ്പദമായിരിക്കും, എന്നാൽ ഒരു വാക്യം തെറ്റാണെങ്കിൽ അടുത്ത വാക്യം ശരിയായിരിക്കും. അടുത്തത് എലാബറേറ്റ് ഓൺ ദ sublimations relation between universal and particular preposition, explaining how the truth or falsity of one affect the truth value of the other. സർവ്വവ്യാപി അംശവ്യാപി വാക്യങ്ങൾ തമ്മിലുള്ള ഉപശ്രീയ വിരുദ്ധ ബന്ധത്തെ കുറിച്ച് വിവരിക്കുക. ഒരു വാക്യത്തിൻ്റെ ശരിയും തെറ്റും അതിനനുബന്ധ ഉപശ്രീയ വിരുദ്ധ വാക്യത്തെ ഏത് തരത്തിൽ സ്വാധീനിക്കുന്നുവെന്ന് വ്യക്തമാക്കുക. ഒരേ ആഖ്യവും ആഖ്യാതവും ഉള്ള സർവ്വവ്യാപി ആഖ്യവും അംശവ്യാപി വാക്യവും തമ്മിൽ ബന്ധമാണ് ഉപശ്രിത വിരുദ്ധ ബന്ധം. ഇവയിൽ സർവ്വവ്യാപി വാക്യം ശരിയാണെങ്കിൽ അംശവ്യാപി വാക്യം ശരിയായിരിക്കും, എന്നാൽ സർവ്വവ്യാപി തെറ്റാണെങ്കിൽ അംശവ്യാപി വാക്യത്തിൻ്റെ ശരിയും തെറ്റും സംശയാസ്പദമായിരിക്കും. അതുപോലെ അംശവ്യാപി വാക്യം ശരിയാണെങ്കിൽ സർവ്വവ്യാപി വാക്യത്തിൻ്റെ ശരിയും തെറ്റും സംശയാസ്പദമായിരിക്കും. അംശവ്യാപി വാക്യം തെറ്റാണെങ്കിൽ സർവ്വവ്യാപി വാക്യം തെറ്റായിരിക്കും.
എല്ലാ കടുവകളും മിശ്രഭുക്കുകളാണ് എന്ന് എ വാക്യം ശരിയാണെങ്കിൽ കുറച്ച് കടുവകൾ മിശ്രഭുക്കുകളാണ് എന്ന ഐ വാക്യം ശരിയായിരിക്കും. എല്ലാ പക്ഷികളും സസ്തനികളല്ല എന്ന ഈ വാക്യം തെറ്റാണെങ്കിൽ കുറച്ച് പക്ഷികൾ സസ്തനികളല്ല എന്ന ഓ വാക്യം സംശയാസ്പദമായിരിക്കും. കുറച്ച് വിദ്യാർത്ഥികൾ കഠിന അധ്വാനികളാണ് എന്ന ഐ വാക്യം ശരിയാണെങ്കിൽ എല്ലാ വിദ്യാർത്ഥികളും കഠിന അധ്വാനികളാണ് എന്ന എ വാക്യത്തിൻ്റെ ശരിയും തെറ്റും സംശയാസ്പദമായിരിക്കും. കുറച്ച് കാറുകൾ പരിസ്ഥിതി സൗഹൃദമല്ല എന്ന ഓ വാക്യം തെറ്റാണെങ്കിൽ ഒരു കാറും പരിസ്ഥിതി സൗഹൃദമല്ല എന്ന ഈ വാക്യം തെറ്റായിരിക്കും. സിംബോളിക് ലോജിക്കിനെ വേരിയബിളുകളുടെയും കോൺസ്റ്റൻറ്റിനെയും നിർവചിക്കുക എന്നുള്ളതാണ്. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്, ആൻസറുമാണ്. സാധാരണയായി സിംബോളിക് ലോജിക്കിൽ ഉപയോഗിക്കപ്പെടുന്ന കോൺസ്റ്റൻസുകൾ താഴെ പറയുന്നു. നിഷേധം നെഗറ്റീവ്, ഡിൽസ് ഉദാഹരണത്തിന് ചില റോസാപ്പൂക്കൾ ചുവന്നതാണെന്ന വാചകത്തിൻ്റെ നിഷേധം നെഗേഷൻ ചില റോസാപ്പൂക്കൾ ചുവന്നതല്ല എന്ന് പറയുമ്പോൾ ഡിൽസ് പി ഉപയോഗിക്കും. സംയോജനം കൺജക്ഷൻ ഡോട്ടും ഏതാണ്ട് കൊട്ടേഷനുമാണ് ഇടുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് ഇൻവെർട്ടർ കോമ, 2 ഇൻവെർട്ടർ കോമയും ഒരു ഡോട്ടുമാണ് ഇടുന്നത്. ഉദാഹരണത്തിന് ബാബു ദയുള്ളവനാണ്, ബാബു സത്യസന്ധനാണ് എന്നീ വാക്യങ്ങളെ സംയോജിപ്പിച്ച് ബാബു ദയുള്ളവനും സത്യസന്ധനുമാണ് എന്ന് രേഖപ്പെടുത്തുന്നത് പി ഡോട്ട് ക്യൂ ആണ്. അപ്പോൾ ഡോട്ട് മനസ്സിലാക്കാനാണ് ഇൻവെർട്ടർ കോമയുടെ അകത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഡോട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, സംയോജിപ്പിച്ച് പറയാനുള്ളതാണ് വാക്യങ്ങളെ. ബാബു ദയുള്ളവനും സത്യസന്ധനുമാണ് എന്ന് രേഖപ്പെടുത്താം പി ഡോട്ട് ക്യൂ എന്ന് പറയുമ്പോൾ. അപ്പം വിയോജനം ഡിസ്ജങ്ഷൻ, അപ്പം വി കൊണ്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം സംയോജനമാണെങ്കിൽ ഡോട്ട് കൊണ്ടും വിയോജനമാണെങ്കിൽ വി കൊണ്ടുമാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് അവൻ ഇന്ത്യക്കാരനാണ്, അവൻ അമേരിക്കക്കാരൻ ആണ്. ഈ 2 വാചകങ്ങളെ വിയോജനം ഡിസ്ജങ്ഷൻ ഉപയോഗിച്ച് താഴെ പറയുന്ന രീതിയിൽ ബന്ധിപ്പിക്കാം. ഒന്നുകിൽ അവൻ ഇന്ത്യക്കാരനാണ് അല്ലെങ്കിൽ അമേരിക്കക്കാരനാണ്. അപ്പം പി വി ക്യൂ, അപ്പം പി വെഡ്ജ് ക്യൂ. അപ്പോൾ എന്താണ് കാരണാശ്രിതം, ഇംപ്ലിക്കേഷൻ എന്താണെന്ന്, അത് ഹോഴ്സ് ഷൂ കൊണ്ടാണ് ഇംപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് മഴ പെയ്യുകയാണെങ്കിൽ നിലം നനയും, അപ്പം പി ഹോഴ്സ് ഷൂ ക്യൂ. ഇനി സംയോജനം, വിയോജകം, കർണാശ്രിതം എന്നീ ലോജിക്കൽ കണക്റ്റീവുകളെ അവയുടെ പ്രതീകാത്മക പ്രതിനിധാനങ്ങളോടെ ഉദാഹരണ സഹിതം വിശദീകരിക്കുക എന്നാണ്. അപ്പം ആൻഡ് ഉപയോഗിച്ച് 2 പ്രസ്താവനകൾ ലോജിക്കൽ യോജിക്കുന്നതിനെയാണ് സംയോജനം എന്ന് പറയുന്നത്. ഈ രീതിയിൽ 2 പ്രസ്താവനകളെ സംയോജനത്തിലൂടെ ബന്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചിഹ്നം എന്ന് പറയുന്നത് ഡോട്ടാണ്. ഒരു സംയോജനം ശരിയാണെങ്കിൽ ആ സംയോജനത്തിൽ ഉപയോഗിച്ചിട്ടുള്ള 2 ഘടക പ്രസ്താവനകളും ശരിയാകണം. ഈ 2 ഘടക പ്രസ്താവനകളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റായാൽ സംയോജനം തെറ്റായിരിക്കും. ഉദാഹരണത്തിന് ആലീസ് ഉയരമുള്ള ആളാണ്, ബോബ് വിവേകിയാണ്. ഈ 2 പ്രസ്താവനകൾ സംയോജന ചിഹ്നം ഉപയോഗിച്ച് പി ഡോട്ട് ക്യൂ എന്ന് രേഖപ്പെടുത്താം. ഈ രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ 2 വാചകങ്ങളും പി ആലീസ് ഉയരമുള്ളവരാണ്, ക്യൂ ബോബ് വിവേകിയാണ് ശരിയായാൽ മാത്രമേ പി ഡോട്ട് ക്യൂ ശരിയാവുകയുള്ളൂ. ഇനി വിയോജകത്തിൽ ഡിസ്കൺജക്ഷൻ 2 പ്രസ്താവനകളെ ചേർത്ത് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഓർ എന്ന വാക്ക് ഉപയോഗിച്ചാണ്. അപ്പോൾ വി വെഡ്ജ് എന്ന ചിഹ്നമാണ് ഇതിനെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്നത്. വിയോജകത്തിലൂടെ ബന്ധിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്താവന ശരിയാണെങ്കിൽ വിയോജകം ശരിയായിരിക്കും. വിയോജകം ഉപയോഗിക്കുന്നതിന് 2 രീതികളുണ്ട്, ഇൻക്ലൂസീവ്, വീക്ക്, എക്സ്ക്ലൂസീവ്, സ്ട്രോങ്. ഇൻക്ലൂസീവ് അർത്ഥത്തിൽ വിയോജനത്തിലൂടെ ബന്ധിപ്പിക്കുന്ന 2 പ്രസ്താവനകൾ ഏതെങ്കിലും ഒന്ന് ശരിയായാൽ വിയോജനം ശരിയാകും. ഉദാഹരണത്തിന് സാം ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കുന്നു. ഇത് ഇൻക്ലൂസീവ് ആയിട്ടുള്ള വിയോജകമാണ്. കാരണം സാമിന് ഫിസിക്സ് പഠിക്കാം അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കാം, അല്ലെങ്കിൽ ഇവ രണ്ടും പഠിക്കാം. എക്സ്ക്ലൂസീവ് അർത്ഥത്തിൽ അല്ലെങ്കിൽ ഓർ എന്നതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒന്ന് അതേസമയം രണ്ടും അല്ല എന്നാണ്. ഉദാഹരണത്തിന് ഒറ്റയോ ഇരട്ടയോ ആണ്. ഈ ഉദാഹരണത്തിൽ സംഖ്യ ഒന്നുകിൽ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ഇരട്ടയാണ്. ഒരിക്കലും ഒരേ സമയം രണ്ടും ചേർന്നതാകില്ല. ഇനി കാരണാശ്രിതം ഇംപ്ലിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പ്രതിനിധാനം ചെയ്യുന്നത് പ്രതിനിധാനം ചെയ്യുന്നത് വ്യവസ്ഥാപരമായ പ്രസ്താവനകളെയാണ്. പി ആണെങ്കിൽ ക്യൂ, ഇതിൽ ക്യൂ എന്നത് കാരണവാക്യവും ക്യൂ എന്നത് ഫലവാക്യവുമാണ്. കാരണാശ്രിതത്തെ പ്രതിനിധാനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ഹോഴ്സ് ഷൂ ആണ്. ഉദാഹരണത്തിന് മഴ പെയ്താൽ നിലം നനഞ്ഞിരിക്കും. പി ഹോഴ്സ് ഷൂ ക്യൂ ഒരു കാരണാശ്രിത വാക്യമായ പി ഹോഴ്സ് ഷൂ ക്യൂ തെറ്റാകുന്നത് അതിൻ്റെ കാരണവാക്യമായ പി ശരിയും ഫലവാക്യമായ ക്യൂ തെറ്റുമാകുമ്പോഴാണ്. മറ്റെല്ലാ സാഹചര്യങ്ങളിലും കാരണാശ്രിത പ്രസ്താവനകൾ ശരിയായിരിക്കും.
നിരുപാധിക തർക്കവാക്യത്തിൽ കാറ്റഗറിക്കൽ പ്രിപ്പോസിഷൻ പദങ്ങളുടെ വ്യാപ്തി എന്തെന്ന് വിശദീകരിക്കുക. അതോടൊപ്പം തർക്കവാക്യങ്ങളായ എ ഇ ഐ ഒ യുയിലെ ആക്യയുടെയും സബ്ജക്റ്റ് ആഖ്യാതത്തിൻ്റെയും പ്രെഡിക്കേറ്റ് വ്യാപ്തി എങ്ങനെയാണ് വിശദമാക്കുക. ഉത്തരം പറയുകയാണെങ്കിൽ നിരുപാധിക തർക്കവാക്യങ്ങളിൽ ഒരു പദം പൂർണ്ണവ്യാപ്തമാകുന്നത് ആ പദം പ്രതിനിധാനം ചെയ്യുന്ന ക്ലാസ്സിലെ മുഴുവൻ അംഗങ്ങളെയും സൂചിപ്പിക്കുമ്പോഴാണ്. എന്നാൽ ഒരു പദം വ്യാപ്ത ആകുന്നത് ആ പദം പ്രതിനിധാനം ചെയ്യുന്ന ക്ലാസ്സിലെ കുറച്ച് അംഗങ്ങളെ മാത്രം സൂചിപ്പിക്കുമ്പോഴാണ്. തർക്കവാക്യങ്ങളായ എ ഇ ഐ ഒ യുയിലെ ആക്യ സബ്ജക്റ്റ് ആഖ്യാതത്തിൻ്റെയും പ്രെഡിക്കേറ്റ് വ്യാപ്തി താഴെ പറയുന്ന പ്രകാരമാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് വാക്യത്തിൽ ആക്യപദം മാത്രം പൂർണ്ണവ്യാപ്തമാണ്. അതുപോലെ ഈ വാക്യത്തിൽ ആക്യപദവും ആഖ്യാതപദവും പൂർണ്ണവ്യാപ്തമാണ്. അയിലാണെങ്കിൽ വാക്യത്തിൽ ആക്യപദവും ആഖ്യാതപദവും അവിവ്യാപ്തമാണ്. വാക്യത്തിൽ ആഖ്യാതപദം മാത്രം പൂർണ്ണവ്യാപ്തമാണ്. ഉദാഹരണത്തിന് എല്ലാ പൂച്ചകളും മർജാരക വർഗത്തിൽപ്പെട്ടവയാണ് എന്ന സർവവ്യാപി വിധായക വാക്യം പരിശോധിക്കുക. ഇവിടെ ആക്യപദം ആയ പൂച്ചയുടെ മുഴുവൻ ക്ലാസ്സിനെയും സൂചിപ്പിക്കുന്നു. അതിനാൽ സർവ്വവ്യാപി വിധായക വാക്യത്തിൽ ആക്യപദം പൂർണ്ണവ്യാപ്ത പദമാണ്. എന്നാൽ സർവ്വവ്യാപി നിഷേധക വാക്യമായ ഈ തിമിംഗലങ്ങൾ ഉഭയജീവികളല്ല എന്ന വാക്യത്തിൽ ആഖ്യാതമായ തിമിംഗലങ്ങളും ആഖ്യാത പദമായ ഉഭയജീവികളും പൂർണ്ണവ്യാപ്തമാണ്. ചില പക്ഷികൾക്ക് പറക്കാൻ കഴിയുമെന്ന അംശവ്യാപി വിധേയവാക്യം ഐയിൽ ആഖ്യാതപദമായ പക്ഷികളെ പറക്കാൻ കഴിയൂ എന്ന ആഖ്യാതപദവും പൂർണ്ണ വ്യാപ്ത പദമല്ല. ഇത് എസ് എ ക്വസ്റ്റ്യൻ ആണേ. എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് എസ് എ ക്വസ്റ്റ്യൻ. ലോജിക്കിലെ 4 അടിസ്ഥാന നിരുപാധിക തർക്കവാക്യങ്ങളെ അവയുടെ പ്രതീകാത്മക നിദാനങ്ങളെയും അവയിലെ പദങ്ങളുടെ വ്യാപ്തി നിർണ്ണയിക്കുന്ന ഘടകങ്ങളെയും വിശദീകരിക്കുക. എങ്ങനെയാണ് ഈ 4 നിരുപാധിക തർക്കവാക്യങ്ങൾ പരസ്പരം വൈരുദ്ധ്യ ബന്ധങ്ങളിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പൂർവാപര വിരുദ്ധം, കേവല വിരുദ്ധം, ഉപകേവല വിരുദ്ധം, ഉപശ്രുത വിരുദ്ധം എന്നിവ അടിസ്ഥാനമാക്കി ഉദാഹരണ സഹിതം വിശദീകരിക്കുക. അപ്പം കോൺട്രഡിക്ടറി ഒപ്പോസിഷനും കോൺട്രറി ഒപ്പോസിഷനും സബ് കോൺട്രറി ഒപ്പോസിഷനും സബ് അൾട്ടറേഷൻ എന്നിവ നമ്മൾ നോക്കണം. എന്താണ് ഇതിന് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനാണ്. ഈ പാഠത്തിൻ്റെ കാതലാണിത്. എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. ലോജിക്കിൽ 4 അടിസ്ഥാന നിരുപാധിക തർക്കവാക്യങ്ങളുണ്ട്. സർവ്വവ്യാപി വിധായക വാക്യം എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ അഫ്രിമേറ്റീവ്. അംശവ്യാപ്തി വിധായക വാക്യം എന്ന് വെച്ചാൽ പർട്ടിക്കുലർ അഫ്രിമേറ്റീവ്. സർവ്വവ്യാപി നിഷേധ വാക്യം എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ നെഗറ്റീവ്. അംശവ്യാപി നിഷേധ വാക്യം പർട്ടിക്കുലർ നെഗറ്റീവ്. സർവ്വവ്യാപി വിധായക വാക്യത്തെ പ്രതീകാത്മകമായി പ്രതിനിധാനം ചെയ്യുന്നത് എല്ലാ എസും പി ആണ് എന്നാണ്. ഇത് എസ് ആക്യം എന്ന് വെച്ചാൽ സബ്ജക്റ്റ് ക്ലാസ്സിനെയും പി ആക്കിയതായ പ്രെഡിക്കേറ്റ് ക്ലാസ്സിനെയും പ്രതിനിധാനം ചെയ്യുന്നു. ഉദാഹരണത്തിന് എല്ലാ നായ്ക്കളും സസ്തനികളാണ് എന്ന വാക്യം പരിശോധിക്കുക. ഇവിടെ ആക്കിയ പദമായ സബ്ജക്റ്റിൽ എൻ്റെ ടേം എന്ന് പറയുന്നത് മാത്രം പൂർണ്ണവ്യാപ്തമാണ്. ഇത് അർത്ഥമാക്കുന്നത് ആക്കിയ പദം പ്രതിനിധാനം ചെയ്യുന്ന ക്ലാസ്സിലെ മുഴുവൻ അംഗങ്ങളെയും ആ പദം ഉൾക്കൊള്ളുന്നു എന്നാണ്. അംശവ്യാപി വിധായക വാക്യത്തിൽ പറയുന്നത് പ്രതീകാത്മകമായി പ്രതിനിധാനം ചെയ്യുന്ന ചില എസ്സുകൾ പി ആണെന്നാണ്. ഇതിൽ ആക്യപദവും സബ്ജക്റ്റും ആണ്, ആഖ്യാത പദവും പ്രെഡിക്കേറ്റുമാണ്, വ്യാപ്തമാണ് സർവ്വവ്യാപി നിഷേധ വാക്യത്തെ ഈ പ്രതീകാത്മകമായി പ്രതിനിധാനം ചെയ്യുന്നത്. ഒരു എസ്സും പിയും അല്ല എന്നാണ്. ഇതിൽ ആക്യപദവും ആഖ്യാത പദവും പൂർണ്ണവ്യാപ്തമാണ്. ഉദാഹരണത്തിന് തിമിംഗലങ്ങളൊന്നും ഉഭയജീവികളല്ല എന്ന വാക്യത്തിൽ ആക്യപദവും ആഖ്യാത പദവും പൂർണ്ണവ്യാപ്തമാണ്. അംശവ്യാപി നിഷേധ വാക്യത്തെ പ്രതീകാത്മകമായി പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. കുറച്ച് എസ് പി അല്ല എന്നാണ്. ഉദാഹരണത്തിന് ചില മൃഗങ്ങൾക്ക് കശേരുക്കളില്ല. ഈ വാക്യത്തിൽ ആഖ്യാതപദം മാത്രം പൂർണ്ണവ്യാപ്തി, ആഖ്യപദം അവിവ്യാപ്തിയുമാണ്. തർക്കവാക്യങ്ങളുടെ വ്യാപ്തി എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി അളവ് നിർണ്ണയിക്കുന്നത് അതിൻ്റെ ആരംഭത്തിൽ ഉപയോഗിക്കുന്ന പദത്തിലാണ്. അങ്ങനെ എല്ലാം എന്ന് പറയുന്നത് എല്ലാം ഓൾ. അപ്പോൾ എല്ലാം ഇല്ല എന്നാണ് നോ, ചിലത് സം എന്നീ പദങ്ങളാണ് തർക്കവാക്യങ്ങളുടെ വ്യാപ്തി പൊതുവെ നിർണ്ണയിക്കുന്നത്. എന്നാൽ തർക്കവാക്യങ്ങളുടെ ഗുണപരത ക്വാളിറ്റി നിർണ്ണയിക്കുന്നത് ആഖ്യാത ബന്ധത്തെ അത് സ്ഥിരീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ 4 നിരുപാധിക തർക്കവാക്യങ്ങളായ എ ഇ ഐ ഒ പരസ്പര വൈരുദ്ധ്യ ബന്ധങ്ങളിലൂടെ ബന്ധപ്പെട്ടിരിക്കുന്നത് താഴെ പറയുന്ന രീതിയിലാണ്. ഓരോ ആക്യപദവും സബ്ജക്റ്റ് ടേം, ആഖ്യാത പദമാണെങ്കിൽ പർട്ടിക്കുലർ ടേം,
വ്യത്യസ്ത വ്യാപ്തിപരതയും ക്വാണ്ടിറ്റി, ഗുണപരതയും ക്വാളിറ്റി ഉള്ള വാക്യങ്ങൾ തമ്മിൽ വൈരുദ്ധ്യ ബന്ധമാണ്. പൂർവപര വിരുദ്ധ ബന്ധം എയും ഓയും തമ്മിലുള്ള ബന്ധവും ഈയും ഹൈയും തമ്മിലുള്ള ബന്ധവും പൂർവാപര വിരുദ്ധ ബന്ധത്തിന് ഉദാഹരണങ്ങളാണ്. ഈ ബന്ധത്തിൽ വരുന്ന രണ്ട് വാക്യങ്ങൾക്ക് ഒരേ സമയം ശരിയാകാനോ ഒരേ സമയം തെറ്റാകാനോ കഴിയില്ല. രണ്ട് സർവ്വവ്യാപി യൂണിവേഴ്സൽ വാക്യങ്ങളായ എയും ഇയും തമ്മിലുള്ള ബന്ധമാണ് കേവല വിരുദ്ധം. ഓരോ ആക്യപദവും ആഖ്യാതപദവും എന്നാൽ വ്യത്യസ്ത ഗുണപരമായ ക്വാളിറ്റി ആണ് കേവല വിരുദ്ധ ബന്ധത്തെ നിർമ്മിക്കുന്നത്. ഈ ബന്ധത്തിൽ വരുന്ന രണ്ട് വാക്യങ്ങൾ ഒരേ സമയം ശരിയാകാൻ കഴിയില്ല, എന്നാൽ ഇവയ്ക്ക് ഒരേ സമയം തെറ്റാകാൻ കഴിയും. രണ്ട് അംശവ്യാപി പർട്ടിക്കുലർ വാക്യങ്ങളായ ഐയും ഓയും തമ്മിലുള്ള ബന്ധമാണ് ഉപകേവല വിരുദ്ധം. ഒരേ ആഖ്യപദവും ആഖ്യാതപദവും വ്യത്യസ്ത ഗുണപരതയുമാണ് ഈ ബന്ധത്തെ നിർവചിക്കുന്നത്. ഉപകേവല വിരുദ്ധ ബന്ധത്തിൽ വരുന്ന രണ്ട് വാക്യങ്ങൾക്ക് ഒരേ സമയം തെറ്റാകാൻ കഴിയില്ല, എന്നാൽ ഇവയ്ക്ക് ഒരേ സമയം ശരിയാകാനും കഴിയും. ഉപശ്രിത വിരുദ്ധ ബന്ധം പറയുന്നത് ഒരേ ആക്യവും സബ്ജക്റ്റും ആഖ്യാതവും പ്രഡിക്കേറ്റുമാണ് വ്യത്യസ്ത വ്യാപ്തിയായ ക്വാണ്ടിറ്റിയിലുള്ള ഒരു സർവ്വവ്യാപിയായ വാക്യവും യൂണിവേഴ്സലാണ്. അത് ഒരു അംശവ്യാപി വാക്യവും പർട്ടിക്കുലർ ആയിട്ടുള്ള തമ്മിലുള്ള ബന്ധമാണ്. ഈ ബന്ധത്തിൽ സർവ്വവ്യാപി വാക്യം ശരിയാണെങ്കിൽ അംശവ്യാപി വാക്യവും ശരിയായിരിക്കും. സർവ്വവ്യാപി വാക്യം തെറ്റാണെങ്കിൽ അംശവ്യാപി വാക്യം ശരിയാണോ തെറ്റാണോ എന്നുള്ള സംശയാസ്പദമായിരിക്കും. അംശവ്യാപി വാക്യം ശരിയാണെങ്കിൽ സർവ്വവ്യാപി വാക്യത്തിൻ്റെ ശരിയും തെറ്റും സംശയാസ്പദമായിരിക്കും. അംശവ്യാപി വാക്യം തെറ്റാണെങ്കിൽ സർവ്വവ്യാപി വാക്യവും തെറ്റായിരിക്കും. മുകളിൽ പറഞ്ഞ 4 പരസ്പര വൈരുദ്ധ്യ ബന്ധങ്ങൾ നിരുപാധിക തർക്ക വാക്യങ്ങളുടെ യുക്തിബന്ധങ്ങളെ മനസ്സിലാക്കാനും അതിലൂടെ നിഗമന യുക്തി ചിന്തനത്തിന് ഡിഡക്റ്റീവ് റീസണിംഗ് സഹായകമാകുന്നതുമാണ്. ഇനി നമുക്ക് സിംബോളിക് ലോജിക്കിലെ വേരിയബിളുകളെയും ലോജിക്കൽ കണക്റ്റീവുകളെയും അവ ശരിയും തെറ്റുമാകുന്ന നിബന്ധനകളോട് കൂടി ഉദാഹരണ സഹിതം വിശദീകരിക്കുക. എസ്സെയാണിത്. അതോടൊപ്പം പരമ്പരാഗത ലോജിക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ സിംബോളിക് ലോജിക്കിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് വ്യക്തത, സംക്ഷിപ്തത, കൃത്യത എന്നിവയുടെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഉത്തരം നമുക്ക് നോക്കാം. സിംബോളിക് ലോജിക്കിൽ നിശ്ചിത പരിധിക്കുള്ളിൽ ഏതെങ്കിലും പ്രസ്താവനയ്ക്കോ നിർദ്ദേശത്തിനോ വേണ്ടി നിലകൊള്ളാൻ കഴിയുന്ന ചിഹ്നങ്ങളാണ് വേരിയബിളുകൾ. വേരിയബിളുകളുടെ പ്രാഥമിക ലക്ഷ്യം പ്രസ്താവനകളെ പ്രതീകാത്മകമായി പ്രതിനിധീകരിക്കുക എന്നതാണ്. സാധാരണയായി ഉപയോഗിക്കുന്ന വേരിയബിളുകൾ പി, ക്യു, ആർ, എസ് മുതലായ അക്ഷരങ്ങളാണ്. ഉദാഹരണത്തിന് പിക്ക് ഇന്ന് മഴയാണെന്ന പ്രസ്താവനയെ പ്രതിനിധീകരിക്കാൻ കഴിയും. ഇങ്ങനെ വേരിയബിളുകൾ സിംബോളിക്കായി ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം കൃത്യവും ഇല്ലാത്തതുമായ ലോജിക്കൽ ആർഗ്യുമെൻസിൻ്റെ യുക്തിപരതയുടെ പ്രതിനിധാനമാണ്. എന്നാൽ ലോജിക്കൽ കോൺസെപ്റ്റുകൾ നിർദ്ദിഷ്ട ലോജിക്കൽ പ്രവർത്തനങ്ങളെയോ കണക്റ്റീവുകളെയോ പ്രതിനിധീകരിക്കുന്ന സ്ഥിരമായ ലോജിക്കൽ ചിഹ്നമാണ്. പ്രസ്താവനകൾക്കിടയിലുള്ള ലോജിക്കൽ പ്രവർത്തനങ്ങളെ പ്രതിനിധീകരിക്കുന്നതിന് ഒരു സംക്ഷിപ്ത മാർഗം നൽകുക എന്നതാണ് അവയുടെ ഉദ്ദേശം. സാധാരണയായി സിംബോളിക് ലോജിക്കിൽ ഉപയോഗിക്കുന്ന കോൺസ്റ്റിറ്റ്യൂവൻസുകൾ താഴെ പറയുന്നവയാണ്. നിഷേധക, നെഗറ്റീവ് ഡിൽഡ് ഒരു പ്രസ്താവനയുടെ വസ്തുത മൂല്യത്തിൻ്റെ വിപരീതമാകുന്നതിനായി ഉപയോഗിക്കുന്ന ലോജിക്കൽ പ്രക്രിയയാണ് നിഷേധകം. നിഷേധകത്തിൻ്റെ ചിഹ്നമെന്ന് പറയുന്നത് ഡിൽഡാണ്. ഇത് പഠിച്ചു വയ്ക്കുക. ഇത് നമുക്ക് എഴുതി കഴിഞ്ഞാൽ മാർക്ക് ചില 1 മാർക്കിന് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാം, 15 മാർക്ക് 20 മാർക്കിനുള്ള എസ്സേയിൽ ചോദിക്കാം. അപ്പം ഇതാണ് ഇപ്പോൾ നമ്മൾ എസ്സേയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നെഗേഷൻ എന്ന് പറയുന്നത് നിഷേധകം എന്ന് പറയുന്ന ഡിൽഡ് എന്ന ചിഹ്നം പ്രസ്താവനയുടെ മുന്നിൽ ഉപയോഗിച്ചാണ് നിഷേധത്തെ പ്രതിനിധീകരിക്കുന്നത്. തന്നിരിക്കുന്ന പി എന്ന പ്രസ്താവന ശരിയാണെങ്കിൽ പി പ്രസ്താവനയുടെ നിഷേധകം പി തെറ്റായിരിക്കും. എന്നാൽ തന്നിരിക്കുന്ന പി എന്ന പ്രസ്താവന തെറ്റാണെങ്കിൽ അതിൻ്റെ നിഷേധകം പി ശരിയായിരിക്കും. ഉദാഹരണത്തിന് ഇന്ന് മഴയാണെന്ന പി എന്ന പ്രസ്താവന നിഷേധകമായി ഇന്ന് മഴയില്ല എന്ന പി പ്രസ്താവനയായി മാറ്റാവുന്നതാണ്. ഇനി സംയോജനം. അപ്പം എന്താണ് സംയോജനം എന്ന് പറയുന്നത്? ഡോട്ട് കൊണ്ടാണ് നമ്മൾ സംയോജനം. അപ്പം നിഷേധത്തെ നമ്മൾ കാണിക്കുന്നത് ഡിൽഡ് കൊണ്ടാണെങ്കിൽ നമ്മൾ സംയോജനം കാണിക്കുന്നത് ഡോട്ട് കൊണ്ടാണ്. അപ്പോൾ ആൻഡ് ഉപയോഗിച്ച് 2 പ്രസ്താവനകൾ ലോജിക്കൽ യോജിപ്പിക്കുന്നതിനെയാണ് കൺജക്ഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ കൺജക്ഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ രണ്ട് പ്രസ്ഥാനങ്ങളെ സംയോജനത്തിലൂടെ ബന്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന ചിഹ്നം ഡോട്ടാണ്. ഒരു സംയോജനം ശരിയാകണമെങ്കിൽ ആ സംയോജനത്തിൽ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് ഘടക പ്രസ്ഥാനങ്ങളും ശരിയായിരിക്കണം. ഈ രണ്ട് ഘടക പ്രസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ സംയോജനം തെറ്റായിരിക്കും. ഉദാഹരണത്തിന് ആലീസ് ഉയരമുള്ളവളാണ്, ബോബി വിവേകിയാണ്. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും സംയോജന ചിഹ്നം ഉപയോഗിച്ച് P.Q എന്ന് രേഖപ്പെടുത്താം. ഈ രീതിയിൽ ബന്ധിപ്പിക്കുമ്പോൾ രണ്ട് വാചകങ്ങളും P ആലീസ് ഉയരമുള്ളവളാണ്, Q ബോബി വിവേകിയാണ് ശരിയായാൽ മാത്രമേ P.Q ആകുകയുള്ളൂ, ശരിയാകുകയുള്ളൂ. ഇനി വിയോജകം. അപ്പം ഡിൽഡ് നമ്മൾ നോക്കി, നെഗോഷ്യൻ നോക്കി, ഡിൽഡായ നെഗോഷ്യൻ നോക്കി അല്ലേ, വിയോജനം നോക്കി, പിന്നെ എന്താണ് സംയോജനം നോക്കി ഡോട്ട്. പിന്നെ നമ്മൾ എന്താണ് കൺജക്ഷൻ, നമുക്ക് ഡിസ്കൺജക്ഷൻ നോക്കാം. അപ്പോൾ ഡിസ്ജങ്ഷൻ നോക്കാം. ഡിസ്ജങ്ഷൻ വിയോജകം എന്ന് പറഞ്ഞാൽ ഡിസ്ജങ്ഷൻ വി വെഡ്ജ്. നിയോജകത്തിൽ ഡിസ്ജങ്ഷൻ രണ്ട് പ്രസ്ഥാനങ്ങളെ ചേർത്ത് വയ്ക്കുന്നു, അല്ലെങ്കിൽ ഓർ എന്ന വാക്ക് ഉപയോഗിക്കുന്നു. വി വെഡ്ജ് എന്ന ചിഹ്നമാണ് ഇതിനെ പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കുന്നത്. പിയും ക്യൂവും രണ്ട് പ്രസ്താവനകളാണെങ്കിൽ അതിൻ്റെ വിയോജകം PVQ. അപ്പോൾ വിയോജകമാണ്, വി എന്ന് പറയുന്നത് വിയോജകം, P വിയോജകം Q എന്ന് രേഖപ്പെടുത്താം. വിയോജകത്തിലൂടെ ബന്ധിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്താവന ശരിയാണെങ്കിൽ വിയോജകം ശരിയായിരിക്കും. ഇനി കാരണാശ്രിതം. അപ്പം ഇംപ്ലിക്കേഷൻ ഹോഴ്സ് ഷൂ. കാരണാശ്രിതം ഇംപ്ലിക്കേഷൻ പ്രതിദാനം ചെയ്യുന്നത് വ്യവസ്ഥാപരമായ പ്രസ്താവനകളാണ്. P ആണെങ്കിൽ Q ഇതിൽ P എന്നത് കാരണവാക്യവും Q എന്നത് ഫലവാക്യവുമാണ്. അപ്പം കാരണാശ്രിതത്തെ പ്രതിദാനം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ചിഹ്നമാണ് ഹോഴ്സ് ഷൂ ആണ്. ഉദാഹരണത്തിന് മഴ പെയ്താൽ നിലം നനഞ്ഞിരിക്കും. P ഹോഴ്സ് ഷൂ Q ഒരു കാരണാശ്രിത വാക്യമായ P ഹോഴ്സ് ഷൂ Q തെറ്റാകുന്നത് അതിൻ്റെ കാരണവാക്യമായ P ശരിയും ഫലവാക്യമായ Q തെറ്റുമാകുമ്പോഴാണ്. മറ്റെല്ലാ സാഹചര്യങ്ങളിലും എന്താണ് ഹെത്വാശ്രിത പ്രസ്താവനകൾ ശരിയായിരിക്കും. ബൈ കണ്ടീഷണൽ മെറ്റീരിയൽ എക്വിവാലൻസ് ട്രിപ്പിൾ ബാർ എന്ന് വെച്ചാൽ മൂന്ന് ബാറാണ്. രണ്ട് പ്രസ്താവനകൾ വസ്തുതാപരമായി തുല്യമാണ് എന്ന് പറയുന്നത് അവയുടെ വസ്തുതാ മൂല്യം ഒരുപോലെ ആകുമ്പോഴാണ്. രണ്ട് പ്രസ്താവനകളെ Pയും Q എന്നെടുത്താൽ P എന്ന് പറയുന്നത് Q എന്നത് ശരിയാകണമെങ്കിൽ Pൻ്റെയും Qൻ്റെയും വസ്തുതാ മൂല്യം ട്രൂത്ത് വാല്യൂ ആയിരിക്കണം. അപ്പോൾ സിംബോളിക് ലോജിക്കിലെ വേരിയബിളുകളുടെയും കോൺസ്റ്റൻസിൻ്റെയും ഉപയോഗം സംയോജന, കൺജക്ഷൻ, വിയോജകം, ഡിസ്ജങ്ഷൻ, കാരണാശ്രിതം, ഇംപ്ലിക്കേഷൻ, ബൈ കണ്ടീഷണൽ, മെറ്റീരിയൽ എക്വിവാലൻസ് തുടങ്ങിയ ലോജിക്കൽ കണക്റ്റീവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. യുക്തിപരതകളെയും അവയുടെ ബന്ധങ്ങളെയും വ്യക്തവും സംക്ഷിപ്തവുമായ രീതിയിൽ രേഖപ്പെടുത്താൻ സഹായിക്കുന്നു. ഇവയുടെ പ്രാതിനിധ്യം പരമ്പരാഗത തർക്കശാസ്ത്രത്തെ അപേക്ഷിച്ച് കൂടുതൽ വ്യക്തതയ്ക്കും വഴി വയ്ക്കുന്നത് വ്യാഖ്യാനത്തിൻ്റെ സാധ്യത കുറയ്ക്കുന്നതുമാണ്. താങ്ക് യു.